അനിൽ ബോസ്, ഇവിടെ ഈ സമയം സർവക്ഷേമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന അങ്ങേയറ്റത്തെ ആഘാതത്തിൻ്റെ ട്രോമ, അങ്ങേയറ്റത്തെ ആഘാതത്തിൻ്റെ ഞെട്ടൽ, അതിൽ രാജ്യം ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ ഈ അവിടെ ഉണ്ടായ ഇൻ്റലിജൻസ് ഫെയിൽവറിനെ കുറിച്ചും സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും ഒക്കെ സർവക്ഷേമത്തിൽ പറയും എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ഏത് എക്സ്റ്റൻറ്റിൽ പറയുമോ എന്നറിയില്ല. എന്തായാലും ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സമയത്ത് BJP അവിടുത്തെ ശിവരാജ് പാട്ടീലിനെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാട്ടീൽ ഒരു ഘട്ടത്തിൽ രാജി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഈ രാജ്യത്ത് നടക്കാത്തതല്ല. ഈ ഘട്ടത്തിൽ അവിടെ ഉണ്ടായ മറ്റു പ്രശ്നങ്ങളെപ്പറ്റി പറയാതിരിക്കുക എന്നതാണോ, അതോ അത് 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 രാഷ്ട്രീയമായി ഉന്നയിക്കേണ്ടതില്ല എന്നതാണോ കോൺഗ്രസിന്റെ ബോധ്യം? അനിൽ ബോസ്, അല്ല, രാജ്യത്തിൻ്റെ ദേശീയ ഐക്യം നിലനിർത്താൻ വേണ്ടി നമ്മുടെ ആത്മാഭിമാനത്തിനും നമ്മുടെ സ്വതന്ത്രമായ ചിന്താഗതിക്കും പരിക്കേൽപ്പിച്ചുകൊണ്ട് രാജ്യത്തെ വലിയ ഞെട്ടലിലേക്ക് തള്ളിവിട്ട ഈ സംഭവത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന പോസിറ്റീവായ എല്ലാ സ്റ്റെപ്പിനും ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെയും പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും സമ്പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ബഹുമാനനായ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യം ഒന്നായി നിൽക്കണം, ഒന്നായി നിന്ന് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ തീവ്രവാദ ശക്തികൾക്കെതിരെ പോരാടണം എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും യാതൊരു വിധമായ തർക്കവുമില്ല. അതിന് കക്ഷി രാഷ്ട്രീയമില്ല, ജാതിമത ചിന്തയില്ല. നിരുപാധിക പിന്തുണ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായും ഐക്യത്തിനായും ഉണ്ടാകുന്നത്. ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാശ്മീർ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഇപ്പോൾ വിവിധ മാധ്യമങ്ങളിലൂടെ നമ്മൾ തന്നെ കണ്ട ഒരു കാര്യം, ഈ പഹൽഗാമിൽ ഉണ്ടായിരുന്ന ആ സമയത്ത് ദൃക്സാക്ഷികളായിട്ടുള്ള അനുഭവസ്ഥരായിട്ടുള്ള ആളുകളുടെ കൃത്യമായ പ്രതികരണങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ആ മാധ്യമങ്ങളിൽ വരുന്നത്, നമ്മളൊക്കെ കാശ്മീരിൽ പോയിട്ടുള്ളവരാണ്, ശ്രീനഗറിൽ പോയിട്ടുള്ളവരാണ്, ഈ പ്രദേശങ്ങളിൽ താമസിച്ചിട്ടുള്ളവരാണ്. അവിടെയൊക്കെ ഓരോ സ്റ്റെപ്പിലും സെക്യൂരിറ്റി സംവിധാനം, ബീറ്റ്, മുഴുവൻ കാര്യങ്ങളുമുള്ള ഇടങ്ങളാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ സൈനിക മേഖലയിൽ പ്രാവീണ്യമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അവർക്കെല്ലാം അറിയാം പോയിൻ്റ് ഓരോ സ്ഥലങ്ങളിലും, ഈ അനന്തനാഗിലാണെങ്കിലും നമ്മൾ കടന്നു പോകുന്ന ഓരോ വഴികളിലും വളരെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായുള്ള സൈനിക ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ നിയോഗിച്ചിട്ടുള്ള സ്ഥലത്ത് ഈ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള അനന്തനാഗ് ജില്ലയിൽ ഒരു താലൂക്കാണ് ഈ പഹൽഗാം എന്ന് പറയുന്നത്. ആ താലൂക്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന, എന്താ പറയുന്ന, ഒരു മിനി സ്വിറ്റ്സർലൻഡായി വിശേഷിപ്പിക്കുന്ന ഈ പ്രദേശത്ത് ടൂറിസ്റ്റുകൾ വരുന്ന ഇടമാണ്. പക്ഷെ അവിടെ ഈ പറയുന്ന സുരക്ഷ ഉണ്ടായില്ല എന്ന് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളുടെ പ്രതികരണം, എൻ്റെയോ കാശ്മീരുടെയോ പ്രതികരണമല്ല, നേർസാക്ഷികളുടെ പ്രതികരണം വന്നിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായി അത് പരിശോധിക്കപ്പെടണമെന്ന് പറയാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആ ബാധ്യത ഉറപ്പായും സർവകക്ഷി യോഗത്തിൽ പിന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് കക്ഷി രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ എന്നുള്ളതിനുള്ള ആളുകൾ ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. CWC തീരുമാനം, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനം തന്നെ ആ കാര്യത്തിലുണ്ട്, അതുണ്ടാവണം. പക്ഷേ സുരക്ഷാ വീഴ്ച ഉണ്ട് എന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ചൂണ്ടിക്കാണിക്കുന്നു എന്നതുകൊണ്ട് രാജ്യത്തിൻ്റെ ഐക്യത്തിന് ഭംഗം വരുന്ന, രാജ്യത്തിനെതിരായി പെരുമാറുന്ന ശക്തികൾക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ വെള്ളം ചേർക്കുന്ന ഒരു സമീപനവും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. നിരുപാധിക പിന്തുണയാണ് ഉണ്ടാവുക. രാജ്യം ഒന്നായി നിൽക്കണം. നമ്മുടെ ഈ രാജ്യത്ത് കടന്നു കയറി ഈ രാജ്യത്തിൻ്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ഏത് തീവ്രവാദികളും മതഭീകരനാണെങ്കിലും അവർക്കെതിരെ കാർക്കശ്യമുള്ള നടപടികൾ ഉണ്ടാകണം. പക്ഷെ ബോധപൂർവം ഈ സംഭവം നടന്നതിന് ശേഷം നടക്കുന്ന ചില ശ്രമങ്ങൾ കാണാതെ പോകാൻ കഴിയില്ല. കേവലം ഒരു സമുദായത്തെ, ഒരു മതത്തെ മുൾമുനയിൽ നിർത്തി ആക്രമിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നു. അത് രാജ്യത്തിന് ഭീഷണിയാണ്. ഈ രാജ്യത്ത് കടന്നു കയറി ആക്രമണം നടത്തിയ തീവ്രവാദികൾക്ക് തത്തുല്യമായ പ്രവൃത്തിയാണ് ഇതിനെ ഒരു മതത്തെ വേട്ടയാടുന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കാൻ നടക്കുന്ന ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശ്രമങ്ങൾ എന്ന് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഇവിടെ താങ്കളുടെ ഇൻട്രോയിൽ പറഞ്ഞു, സമീറിനെ കുറിച്ച്, മുസാഫിറിനെ കുറിച്ച്, ഹുസൈനെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു. ഈ രാജ്യത്തിൻ്റെ ദേശീയ മുസ്ലിം എന്ന് പറയുന്ന, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, വളരെ വൈകാരികമായി രാജ്യത്തോടൊപ്പം സ്വന്തം ജീവൻ ബലി കൊടുത്ത് നമ്മുടെ നാട്ടിൽ തീവ്രവാദത്തിനെതിരായി അതിനിരയായ ആളുകളെ സംരക്ഷിക്കാൻ പോരാട്ടം നടത്തി ജീവൻ ബലി കൊടുത്ത ആളുകൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു സമുദായത്തെയും മതത്തെയും വേട്ടയാടുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അനുവദിക്കാൻ കഴിയില്ല. അതെന്തുദ്ദേശത്തോടു കൂടി ആര് ചെയ്താലും അതിനെ നമുക്ക് നഖശികാന്തം ഭീകരവാദികളെ എതിർക്കുന്നത് പോലെ തന്നെ എതിർക്കേണ്ടി വരും. ആ കാര്യത്തിൽ തർക്കമില്ല. രാജ്യം ഒന്നായി നിൽക്കണം. ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. രാജ്യത്തിനെതിരെ വരുന്ന ശക്തികൾക്കെതിരെ അത്യുജ്വലമായ ഒറ്റക്കെട്ടായ തിരിച്ചടിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. ആ കാര്യത്തിൽ നമുക്കാർക്കും രാഷ്ട്രീയമില്ലെന്നേ. നമ്മൾ തിരിച്ചടിക്കണം എന്ന പതിവ് വാക്കിനപ്പുറം ഇതിന് കാരണക്കാരായവരെ കൊന്നുകളയണം എന്ന് നമ്മൾ പറയല്ലേ, അതിനപ്പുറം ഇല്ലല്ലോ.